of vapor pressure. Okay, relative lowering of vapor pressure അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നോക്കി. ലാസ്റ്റ് പറഞ്ഞത് ഓസ്വാൾഡ് വാക്കർ മെത്തേഡ് ആണ് എക്സ്പെരിമെന്റൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? 4 ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒന്നാണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ, രണ്ടാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, മൂന്നാമത് elevation in boiling point, and നാലാമതാണ് depression in freezing point. So ഇത് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞു, നമ്മൾ പൈ ഇസ് ഈക്വൽ ടു NRT/V എന്നുള്ളൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കണേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞു, ΔB/P0. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പൊ ഇത് റിലേറ്റഡ് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടാവണ കാരണം നടക്കുന്ന രണ്ട് ഇവന്റ്സ് ആണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് നോക്കും. ഫസ്റ്റ് ടോപ്പിക് ആണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ നമ്മള് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞിരുന്നു അല്ലേ? നമുക്കൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ഉണ്ട്. ഇത് നമ്മുടെ പ്യുവർ സൊല്യൂഷൻ, പ്യുവർ സോൾവെന്റ് ആണ്. കുറച്ച് സൊല്യൂട്ട് മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ, വലിയ വലിയ സൊല്യൂട്ട് മോളിക്യൂൾസ് സർഫസിൽ ഉണ്ടാവണ കാരണം ഇത് വേപ്പറൈസേഷൻ കുറയും. അപ്പോൾ എന്ത് പറ്റും? വേപ്പർ പ്രഷർ കുറയും അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലേ? അതായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പം ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് അറിയണം, എന്നാലാണ് ഇത് എങ്ങനെയാ സംഭവിക്കുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് നമ്മുടെ ഈ വേപ്പർ പ്രഷർ ഉണ്ടല്ലോ, ദി വേപ്പർ പ്രഷർ becomes equal to the external pressure that we apply. Becomes equal to the external pressure. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. പ്രഷർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്ത് പറ്റും? കൂടും അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ പ്യുവർ സോൾവെന്റ് ആണെന്ന് വിചാരിക്കാം. പ്യുവർ സോൾവെന്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വേപ്പർ എമൗണ്ട് കൂടുതലാണ് അല്ലേ? നമ്മുടെ സൊല്യൂട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ? ഇല്ല, സൊല്യൂട്ട് ഇല്ല. നമ്മൾ പ്യുവർ സോൾവെന്റ് എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ വേപ്പർ ഉണ്ട്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് മേ ബി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ എക്സ്റ്റേണൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ? 1 atm ആണ്. അപ്പോ ഈ വേപ്പർ ഇവിടെ എക്സേർട്ട് ചെയ്യണ പ്രഷർ 1 atm ആവുമ്പോഴാണ് ഈ സോൾവെന്റ് ബോയിൽ ചെയ്യുക, ഈ പ്യുവർ സോൾവെന്റ് ബോയിൽ ചെയ്യുക അല്ലെ? അതായത് ഇവിടെ എക്സേർട്ട് ചെയ്യണം, ഇവിടെ ഈ ഉണ്ടാവുന്ന വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ബിക്കംസ് ഈക്വൽ ടു 1 atm ആണ് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ്. വാട്ടർ ആണെങ്കിൽ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സംഭവിക്കണം, ഈ ബോയിലിംഗ് സംഭവിക്കണം. ഇനി ഇവിടെ സൊല്യൂട്ട് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ കുറച്ച് സൊല്യൂട്ട് മോളിക്യൂൾസ് ഉണ്ട്, ബിഗ് സൊല്യൂട്ട് മോളിക്യൂൾസ് ആണ്, സർഫസ് ആണ്. അത് സർഫസിലെ വേപ്പറിനെ വേപ്പറൈസ് ചെയ്യുന്നതിൽ നിന്ന് ഹിൻഡർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ഉണ്ടാവണ വേപ്പർ കുറവായിരിക്കും അല്ലെ? ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചർ ആണോ, ഇപ്പം നമ്മൾ സാധാരണ എടുക്കുന്ന റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 25 ഡിഗ്രി സെൽഷ്യസിൽ സൊല്യൂട്ട് പ്രസന്റ് ആണെങ്കിൽ ഈ ഉണ്ടാവുന്ന വേപ്പറിന്റെ എമൗണ്ടും കുറവായിരിക്കും അല്ലെ? അപ്പൊ എമൗണ്ട് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ വേപ്പർ പ്രഷർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആണെന്നല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ മാത്രമാണ് ഇവിടെ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വേപ്പർ വന്നിട്ട് അതിന്റെ വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ടു നമ്മുടെ എക്സ്റ്റേണൽ പ്രഷർ ആകത്തുള്ളൂ.
അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. എന്താ? അതായത് ഹയർ ടെമ്പറേച്ചർ. അതായത് ഇപ്പൊ വാട്ടറിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ കുറെ സോൾട്ട് മോളിക്യൂൾസ് മേ ബി NaCl ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ വേപ്പറൈസേഷൻ കുറയും, വേപ്പറിന്റെ എമൗണ്ട് കുറയും. സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വേപ്പർ ആവാൻ വേണ്ടി മേ ബി ഒരു 105 ഡിഗ്രി സെൽഷ്യസ് എത്തണം, അല്ലെങ്കിൽ മേ ബി 102 ഡിഗ്രി സെൽഷ്യസ് എത്തണം. എന്നാൽ മാത്രമാണ് എന്താ 180 പ്രഷർ ആവത്തുള്ളൂ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അതാണ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇവിടെ എൻ്റെ വേപ്പർ പ്രഷർ ഉണ്ട്, ഇവിടെ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഇതാണ് എൻ്റെ എക്സ്റ്റേണൽ പ്രഷർ, ഞാൻ അപ്ലൈ ചെയ്യണ പ്രഷർ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതാണ്. അപ്പോ ഇതാണ് ദിസ് റെപ്രസെന്റ് എൻ്റെ സാധാരണ സോൾവെന്റ്, ഐ മീൻ പ്യൂർ സോൾവെന്റ് വിത്ത് സൊല്യൂട്ട് റെപ്രസെന്റ് ദിസ് വൺ. അതായത് ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നേരത്തെ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരുന്ന ലിക്വിഡിന്റെ ഇതിപ്പം പ്യൂർ, ഇത് സൊല്യൂഷൻ. ബോയിലിംഗ് പോയിന്റ് എവിടത്തേക്ക് മാറി? ഇവിടത്തേക്ക് മാറി. ഇതാണ് എൻ്റെ TB പ്യുവർ, ഇതെന്റെ TBയുടെ സൊല്യൂഷൻ. അതായത് ബോയിലിംഗ് പോയിന്റ് ആണ് ഈ TB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ വാല്യൂ എന്ന് പറയുന്നതാണ് ഡെൽറ്റ TB. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം? In order to reach the vapor pressure, okay, in order for the vapor pressure, in order for the vapor pressure to reach the external pressure, the temperature should be higher. And adana elevation in boiling point. That is why there is elevation in boiling point. Is it clear avatha arengilu undo? This related questions okke valare easy aanu ട്ടോ. First of all, nammade change in the boiling point, that delta TB, change in the boiling point, is equal to I kb into molality. ഇത് മൊളാലിറ്റി ആണ്, മൊളാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് I എന്താണെന്ന് അറിയാം. I നമ്മുടെ വാൻഡോഫ് ഫാക്ടർ ആണ്. kb എന്താണ്? മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ്. മോളാർ എലവേഷൻ കോൺസ്റ്റന്റ്. ഇതിനെ തന്നെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയാറുണ്ട്. ഗേറ്റിന്റെ എക്സാമിന് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് മോളാർ എലവേഷൻ കോൺസ്റ്റന്റിന് പകരം. അപ്പോ ഇതിനെ തന്നെയാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നും പറയുന്നത്. മൊളാലിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താ? നമ്പർ ഓഫ് മോൾസ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ്. സൊല്യൂഷൻ അല്ല, സോൾവെന്റ്. ഓക്കെ. ഇനി kb എന്താണ്? kbയുടെ ഇക്വേഷൻ ആണ് R ഇൻറ്റു TB സ്ക്വയർ ഇൻറ്റു മൊളാരിറ്റി, മോളാർ മാസ് divided by 1000 multiplied by delta H vaporization. ഇതെന്താ? നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. TB എന്താ? നമ്മുടെ ബോയിലിംഗ് ടെമ്പറേച്ചർ ആണ്. M മോളാർ മാസ്. മോളാർ മാസ് ഓഫ് എന്താ? നമ്മുടെ സോൾവെന്റ് ആണ് കേട്ടോ, സോൾവെന്റ്. TB അതെ, നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. ഡെൽറ്റ എച്ച് വേപ്പറൈസേഷനും അതെ, ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഓഫ് സോൾവെന്റ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് kb എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡന്റ് ഓൺ സോൾവെന്റ്.
ഏത് സൊല്യൂട്ട് ആണെന്നുള്ളത് ബാധകമേ അല്ല. only dependent on solvent. Kb എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് only dependent on solvent. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതേ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ Kb is equal to RTB square divided by 1000 into delta H vaporization divided by M. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ലേറ്റന്റ് ഹീറ്റ്. ഇതെന്താ ആക്ച്വലി, ഇത് നമ്മുടെ മോളാർ മാസ് ആണ്. ഇതപ്പോ പെർ മാസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ആണ് തരണത്. പെർ മാസ് എത്രയാണെന്നാ തരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ലേറ്റന്റ് ഹീറ്റ്. അപ്പൊ ഇതിനെ നമുക്ക് ഈ ഇക്വേഷനെ തന്നെ നമുക്ക് RTB സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് വേപ്പറൈസേഷൻ എന്നും എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the rise in the boiling point of a solution containing 18 gram of glucose in 100 gram of solvent is 0.1 degree Celsius. The molar elevation constant of the liquid is. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് the rising boiling point of a solution containing glucose. അപ്പൊ നമ്മുടെ സൊല്യൂട്ട് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അത് എത്രയുണ്ട്? 18 ഗ്രാം ഉണ്ട്. ഇനി ഗ്ലൂക്കോസിന്റെ ഐ വാല്യൂ എന്താണ്? 1 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, അത് ഡിസോസിയേറ്റ് ചെയ്യത്തില്ല, നമുക്ക് തന്നിട്ടില്ലല്ലോ. ഇനിയിപ്പം ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത്, ഇൻ കേസ് നമുക്ക് അറിയത്തില്ല എന്ന് വിചാരിച്ചോ, ഇതെന്താ ഡിസോസിയേറ്റ് ആണോ അസോസിയേറ്റ് ആണോ, ഡിസോസിയേറ്റ് ചെയ്യുന്നോ തന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഐ വാല്യൂ 1 ആയിരിക്കും. പക്ഷെ ഇപ്പൊ NaCl ഒക്കെയാണ് തന്നിരിക്കുന്നെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് Na+Cl- ആവുന്നുണ്ട്, I is equal to 2 ആണെന്നൊക്കെ. ഓക്കെ, ഇനി എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷൻ, അതായത് നമുക്ക് ആൽഫയോ ബീറ്റയോ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ആൽഫയും ബീറ്റയും 1 ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ 18 ഗ്രാം ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്, 100 ഗ്രാം ഓഫ് സോൾവെന്റ് ആണ് തന്നിട്ടുണ്ട്, ഡെൽറ്റ TB തന്നിട്ടുണ്ട്, എന്താ 0.1 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോളാർ എലവേഷൻ കോൺസ്റ്റന്റ്, അതായത് KB വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എന്താണ്? ഡെൽറ്റ TB is equal to I into KB into മൊളാലിറ്റി അല്ലേ? അപ്പൊ I നമുക്കറിയാം എന്താണ്? 1 ആണ്. KB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, മൊളാലിറ്റി എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻ മാസ് ഇൻ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് എത്രയാ? നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ആണ്. ഇവിടെ സൊല്യൂട്ട് ആണ്, ഇവിടെ മാസ് ഇൻ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്താ? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് അല്ലേ? ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 180 ആണ്. അപ്പോ 18 ഡിവൈഡഡ് ബൈ 180, അപ്പൊ എന്ത് കിട്ടും? 0.1 മോൾ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി എന്താ? നമ്പർ ഓഫ് മോൾസ് കിട്ടി, ഇനി മാസ് ഇൻ കിലോഗ്രാം ഓഫ് സോൾവെന്റ് 100 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഇൻ കിലോഗ്രാം ആണ് നമുക്ക് വേണ്ടത്. അപ്പോ 0.1 ഡിവൈഡഡ് ബൈ 100 ഗ്രാം ഡിവൈഡഡ് ബൈ 1000, അതെന്ത് തരും നമുക്ക്? ഇൻ കിലോഗ്രാം തരും. അപ്പോ മൊളാലിറ്റി നമുക്ക് എന്തെന്ന് കിട്ടി? 1 അല്ലേ ഇത്? മൊളാലിറ്റി 1 എന്ന് കിട്ടി. അപ്പം ഡെൽറ്റ TB എന്താ? 0.1 is equal to
0.1 is equal to 1 into kb into 1. അപ്പൊ kb എന്ന് പറയുന്നത് എന്താണ്? 0.1 ആണ്. ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എന്താണ്? നമുക്ക് മാസ് ഓഫ് ഗ്ലൂക്കോസ് തന്നിട്ടുണ്ടായിരുന്നു, സോൾവെന്റ് തന്നിട്ടുണ്ടായിരുന്നു, 0.1 ഡിഗ്രി സെൽഷ്യസ് ഡെൽറ്റ ടി വി തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, മൊളാലിറ്റി കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The ratio of elevation in boiling point of NaCl solution to that of glucose of same molality is. Options ഉണ്ട്. 1:2, 1:1, 2:1, 50.5:180. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് NaCl ടു ദാറ്റ് ഓഫ് ഗ്ലൂക്കോസ്. അതായത് നമുക്ക് വേണ്ടത് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിന്റെ റേഷ്യോ, അതായത് ഡെൽറ്റ ടി ബി ഓഫ് NaCl ടു ഡെൽറ്റ ടി ബി ഓഫ് ഗ്ലൂക്കോസ്. ഇതല്ല നമുക്ക് വേണ്ടത്. ഇനി എന്ത് തന്നിട്ടുണ്ട്? മൊളാലിറ്റി തന്നിട്ടുണ്ട്. സൊല്യൂഷൻ എന്താ? സോൾവെന്റ് ഇവിടെ സെയിം ആണ്. സോൾവെന്റ് വേറെയാണ് തന്നിട്ടില്ല, അപ്പൊ പിന്നെ സോൾവെന്റ് ഇവിടെ സെയിം ആണ്. ഓക്കെ, ഇക്വേഷൻ എന്താണ്? നമുക്ക് I ഇൻറ്റു kb ഇൻറ്റു മൊളാലിറ്റി ഓഫ്, ഞാൻ ഇതിനെ 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഡിവൈഡഡ് ബൈ I ഇൻറ്റു kb 2 ഇൻറ്റു മൊളാലിറ്റി. ഈ മൊളാലിറ്റി രണ്ടും സെയിം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു kb ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി സോൾവെന്റ്. അപ്പൊ ഇവിടെ സോൾവെന്റ് സെയിം ആണ്, സോൾവെന്റ് സെയിം ആണ്. അപ്പോ kb എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഐ വാല്യൂ അഥവാ വാണ്ട് ഓഫ് ഫാക്ടർ ആണ്. ഇനി NaClന്റെ വാണ്ട് ഓഫ് ഫാക്ടർ എന്താ? 2 ആണ്. ഗ്ലൂക്കോസിന്റെ എന്താ? 1 ആണ്. അപ്പൊ എന്താ ആൻസർ? 2:1. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? സി, 2:1. ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓൾറൈറ്റ്, ചോദിച്ചോളൂ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ആക്ച്വലി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്, അത് സിമ്പിൾ ആണ്. നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻസ് ഈസി ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സൊല്യൂട്ട് എസ് undergoes a reversible trimerization when dissolved in a certain solvent. The boiling point elevation of its 0.1 molar solution was found to be identical to the boiling point elevation in case of a 0.08 molar solution of a solute which neither undergoes association nor dissociation.
to what percent had the solute is undergone trimerization. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ. നമുക്കൊന്ന് ചെറുതാക്കി വയ്ക്കാം ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് ആണ് എ 30%, ബി 40%, സി 50%, ഡി 60%. ഓക്കെ, അപ്പൊ എന്താ തന്നിരിക്കുന്നത്? എ സൊല്യൂട്ട് എസ് അണ്ടർഗോസ് റിവേഴ്സിബിൾ ട്രൈമറൈസേഷൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ട് സൊല്യൂഷൻ ഉണ്ട് അല്ലെ. നമ്മളിവിടെ സൊല്യൂഷൻ 1നെ എസ് എന്ന് എടുത്തു. അപ്പൊ സൊല്യൂഷൻ 1ൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ട്രൈമറൈസേഷൻ. അപ്പൊ 3 എസ് ഉണ്ടെങ്കിൽ അത് S3 ആയിട്ട് ഫോം ചെയ്യണം. The boiling point elevation of its 0.1 molal solution was found to be identical. അപ്പം ഇത് നമുക്ക് എന്താണ് 0.1 molal solution ആണെന്നും തന്നിട്ടുണ്ട് അല്ലെ. അതായത് കോൺസെൻട്രേഷൻ അഥവാ മൊളാലിറ്റി ഓഫ് ദിസ് സൊല്യൂഷൻ എന്താന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡെൽറ്റ ടി ബി, ഇതിന്റെ ഒരു ഡെൽറ്റ ടി ബി ഉണ്ടെങ്കിൽ ആ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു ദ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ഇൻ കേസ് ഓഫ് എ 0.08 molal solution of a solute which neither undergoes association nor dissociation. അപ്പൊ നമ്മുടെ സെക്കൻഡ് സൊല്യൂഷൻ ആണ്. ഇതിനെ നമുക്ക് എസ് ഡാഷ് എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ ഇത് ഇറ്റ് നെയ്തർ അണ്ടർഗോ അസോസിയേഷൻ നോ ഡിസോസിയേഷൻ. അപ്പൊ എസ് ഡാഷ് ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ മൊളാലിറ്റി എന്താണ്? 0.08 മോളാൽ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡെൽറ്റ ടി ബിയും ഇതിന്റെ ഡെൽറ്റ ടി ബിയും സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടു വാട്ട് പേഴ്സൺ ഹാഡ് ദ സൊല്യൂട്ട് എസ് അണ്ടർഗോൺ ട്രൈമറൈസേഷൻ. അപ്പൊ ട്രൈമറൈസേഷൻ എന്താണ് ആക്ച്വലി? ഇത് നമ്മുടെ അസോസിയേഷൻ അല്ലേ, ഡിസോസിയേഷൻ അല്ലല്ലോ, അസോസിയേഷൻ അല്ലേ. അപ്പം അസോസിയേഷൻ കോൺസ്റ്റന്റ്, ഇത് വാട്ട് പേഴ്സൺ ഹാഡ് ദ സൊല്യൂട്ട് എസ് അണ്ടർഗോൺ ട്രൈമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ് അവർ അൾട്ടിമേറ്റ്ലി ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ബീറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് അപ്പൊ നമുക്ക് എസിന്റെ കേസിലുള്ള, അതായത് ഫസ്റ്റ് സൊല്യൂഷന്റെ കേസിൽ നമുക്ക് ഡെൽറ്റ ടി ബി എന്തായിട്ട് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി അല്ലേ. ഇനി ഇവിടെ ഐ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു, അസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ ഇക്വേഷൻ എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഐയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ബീറ്റ ഉള്ളത് 1 + 1/n - 1 മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ. ഇനി n എന്തായിരുന്നു? എത്ര പാർട്ടിക്കിൾ ആണ് അസോസിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ് ട്രൈമറൈസേഷൻ നടക്കുന്നത്? അതായത് 3 പാർട്ടിക്കിൾ ആണ്. അപ്പൊ n = 3 ആണ് ഈ കേസിൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ബീറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഐ നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 + 1/3 - 1 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എന്താ? 1 + -2/3 ബീറ്റ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ രണ്ടാമത്തെ സൊല്യൂഷന്റെ ഡെൽറ്റ ടി ബി എന്താണ്? ഐ ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി. ഇനി ഇതിന് അസോസിയേഷനോ ഡിസോസിയേഷനോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും സെയിം സോൾവെന്റിലാണുള്ളത്, സൊല്യൂട്ട് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കെ ബി രണ്ട് കേസിൽ എന്താ? സെയിം ആണ്. പിന്നെ നമ്മുടെ മൊളാലിറ്റി, അപ്പൊ ഇവിടെ നമുക്കറിയാം 1 ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്താണ്? 0.08. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഇക്വേഷൻ 1 ആണ്, ഇത് നമ്മുടെ ഇക്വേഷൻ 2 ആണെങ്കിൽ ഇക്വേഷൻ 1 = 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക്. അപ്പൊ 1 ഇൻറ്റു കെ ബി ഇൻറ്റു 0.08 ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ ഐ എന്താ? ഇതാണല്ലേ, 1 - 2/3 ബീറ്റ മൾട്ടിപ്ലൈഡ് ബൈ കെ ബി ഇൻറ്റു 0.1. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബീറ്റ കണ്ടുപിടിക്കാം. ഇവിടെ കെ ബി പോകും. അപ്പോ 0.08 ഇസ് ഈക്വൽ ടു
പോയിന്റ് ഇത് ഹോൾ മൾട്ടിപ്ലൈഡ് അല്ലേ, അപ്പൊ 0.1 മൈനസ് 0.2 divided by 3 beta so beta is equal to 0.1 minus 0.08 divided 0.08 multiplied by 3 divided by 2. ഇതെന്താണ് 0.02 into 3 divided by 2. അപ്പോ ഇത് 0.2 അല്ല 0.2, ഇവിടെയും 0.2, ഇത് 0.03 എന്ന് വരും. അപ്പൊ ആൽഫ നമുക്ക് 0.03 ആണെങ്കിൽ പെർസെൻറ്റേജ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് എന്തായിരിക്കും? 0.03 multiplied by 100 which is equal to 30%. ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ആൻസർ എന്താണ് നമ്മുടെ? ഓപ്ഷൻ എ 30%. ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? Solute S undergoes reversible trimerization when dissolved in a certain solvent. ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ എസ് ഡിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ്? ട്രൈമറൈസേഷൻ നടന്നു. അപ്പൊ ആ ട്രൈമറൈസേഷൻ നടന്നപ്പോൾ ഉണ്ടായ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു വേറൊരു സൊല്യൂഷൻ. അതെന്താ? അതിന്റെ 0.08 മോളാൽ സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷന്റെ ഡെൽറ്റ ടി ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സൊല്യൂഷൻ എടുത്തു, അത് ട്രൈമറൈസേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ 3s S3 ആയിട്ട് മാറുന്നു. അതിന്റെ 0.1 മോളാലാണെന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സൊല്യൂഷൻ എന്താ തന്നിരിക്കുന്നത്? അത് അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നില്ല. അപ്പൊ അത് S' ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ മൊളാലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഡെൽറ്റ ടി ബി ആണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് ഇതിൽ നമുക്ക് അറിയേണ്ടത് എന്താ? ഇവിടെ അസോസിയേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഐ വാല്യൂന്റെ ഇക്വേഷൻ നമുക്ക് അറിയണമായിരുന്നു. അപ്പൊ ഐ എന്താ? I is equal to 1 plus 1 by n minus 1 into beta ആണ്. ഇവിടെ n is equal to 3 ആണ്. എന്നിട്ട് നമ്മൾ ഡെൽറ്റ ടി ബി രണ്ട് സൊല്യൂഷന്റെ ഡെൽറ്റ ടി ബി എടുത്തിട്ട് അത് ഇക്വേറ്റ് ചെയ്തു. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ കിട്ടും. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ആയിരുന്നു. അപ്പോൾ ആ ബീറ്റ മൾട്ടിപ്ലൈഡ് ബൈ 100 നമുക്ക് എന്ത് കിട്ടും? 30% എന്ന് കിട്ടും. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ കോംപ്ലക്സ് ഓഫ് iron and cyanide ions is 100% ionized at 1 molar concentration. If its elevation in boiling point is 2.08, then the complex is, ഇവിടെ കോംപ്ലക്സ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് KB എന്ന് പറയുന്നത്, ഐ മീൻ KB വാല്യൂ, ദ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് 0.52 ഡിഗ്രി പെർ മോൾ കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഓപ്ഷൻസ് ആണ് K3 FeCN6, ഓപ്ഷൻ ബി FeCN twice, K4 FeCN6.
FeCN4. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു അയണിന്റെയും സയനൈഡിന്റെയും കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അത് 100% അയണൈസ് ചെയ്തു. അപ്പൊ ആൽഫ എന്താണ്? ആൽഫ 100% എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണെന്നാണ് അതിന്റെ അർത്ഥം. അത് കോൺസെൻട്രേഷൻ എന്താണ്? 1 മൊളാലിറ്റി തന്നിട്ടുണ്ട്. ഇതിന്റെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, അതായത് ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2.08 ആണെങ്കിൽ കോംപ്ലക്സ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ സിഗ്നിഫിക്കന്റ്? ഇവിടെ നമുക്ക് സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ്, അതായത് n എന്താണെന്നുള്ളതാ. നമുക്കറിയാം ഐ വാല്യൂ ഇസ് ഈക്വൽ ടു 1 പ്ലസ് n-1 ഇൻറ്റു ആൽഫ. എന്താ? ഡിസോസിയേഷന്റെ കേസിൽ അല്ലെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് കോംപ്ലക്സ് ആണ് എന്താ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? നമുക്ക് ഈ കോംപ്ലക്സ് കണ്ടു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് എത്ര പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ. ഇത് സ്പ്ലിറ്റ്, ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ എത്ര പാർട്ടിക്കിൾ ഫോം ചെയ്യും? 3 K+ ഫോം ചെയ്യും. അപ്പം 3 പ്ലസ് ഈ ഒരു ഒറ്റ കോംപ്ലക്സ് അങ്ങനെ നിൽക്കും അല്ലെ. അപ്പൊ 3 + 1. അപ്പൊ ഇവിടെ ഫോം ചെയ്യണ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n = 4 ആണ്. ഇവിടെയോ? ഇവിടെ n എന്ന് പറയുന്നത് എന്താ? ഇവിടെ Fe ഉണ്ട്, Fe ഒരു അയണാവും, സയനൈഡ് 2 ആകും. അപ്പം ടോട്ടൽ n = 3 ആണ് ഈ കേസിൽ. ഇവിടെ എന്താണ്? ഇവിടെ 4 K+ ഫോം ചെയ്യും, ഒരു FeCN6 ഫോം ചെയ്യും. അപ്പൊ ടോട്ടൽ എന്താ? n = 5 ആണ്. ഇവിടെ ഒരു Fe പ്ലസ് 4 Cn- ഫോം ചെയ്യും. അപ്പൊ ഇവിടെയും n = 5 ആണ്. ഇവിടെ നമുക്ക് ഓൾറെഡി ഈ 2 ഓപ്ഷൻസ് ഏകദേശം എലിമിനേറ്റ് ചെയ്യാം, കാരണം C ആൻഡ് D എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ബാക്കി നോക്കാട്ടോ. നമുക്കറിയാം ഡെൽറ്റ ടി ബി 2.08 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഐ വാല്യൂ ഇവിടെ എന്താണ്? 1 + n-1 ഇൻറ്റു ആൽഫ. ഇവിടെ ആൽഫ എന്താ? 1 ആ. അപ്പൊ 1 + n-1 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 1 1 ക്യാൻസൽ ആയിട്ട് I = n എന്ന് കിട്ടും. അഥവാ നമുക്ക് I എന്താണ്? ഐയുടെ വാല്യൂ n ആണെന്ന് കിട്ടി. ഇനി നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ I × KB × മൊളാലിറ്റി. അപ്പോ ഐ എന്താ? ഐ എന്ന് പറയുന്നത് നമ്മുടെ n വാല്യൂ തന്നെയാണ്, മൾട്ടിപ്ലൈഡ് ബൈ KB എന്താ? 0.52 മൾട്ടിപ്ലൈഡ് ബൈ മൊളാലിറ്റി എന്താണെന്ന് തന്നിട്ടുണ്ട്? 1 മോളാർ ആണെന്ന് തന്നിട്ടുണ്ട്. ആ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എന്താണ്? 2.08. ഇനി n = എന്താ? 0.52, സോറി, n = 2.08 ഡിവൈഡഡ് ബൈ 0.52. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിന്റെ ആൻസർ എന്താ? 2.08 ബൈ 0.5 എന്താ കിട്ടണേ? ആർക്കെങ്കിലും പറയാവോ? (2.08 by 0.52) എന്താ വാല്യൂ? n = 4. ഓക്കെ, n = 4. അപ്പൊ ആൻസർ ഏതായിരിക്കും ഇതില്? ആൻസർ ഇതിൽ ഏതായിരിക്കും? എ ആണോ ബി ആണോ? സിയും ഡിയും നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു അല്ലെ. 2 ആൻസറും n = 5 ആണ്. അപ്പൊ n = 5 വന്നു കഴിഞ്ഞാൽ ഈ 2 ആൻസറും വരത്തില്ല. കാരണം എന്താ? സി ആൻഡ് ഡി എന്നൊരു ഓപ്ഷൻ നമുക്കില്ല. ഇത് രണ്ടിനും സെയിം ആണ് അല്ലെ. അപ്പൊ എന്തായാലും സിയും ഡിയും നമുക്ക് ഓൾറെഡി എലിമിനേറ്റ് ചെയ്യായിരുന്നു. ഇനി എയും ബി ആണ് ഉള്ളത്. n = 4 എന്ന് കിട്ടി. ഇത് സ്പ്ലിറ്റ് ചെയ്ത് എത്ര പാർട്ടിക്കിൾസ് ഫോം ചെയ്യണു? n = 4 പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു. ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 പാർട്ടിക്കിൾ ഫോം ചെയ്യണു. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി ഇതിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ.